ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസം ഞാനും ഇക്കായും കൂടെ നല്ലൊരു വയൽ വഴി വരുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് താറാവ് കുഞ്ഞുങ്ങളെല്ലാം മുട്ടയിടുന്ന പരുവത്തിലുള്ള താറാവുകളാണ്. അപ്പോൾ അതിനെ ആ വെള്ളത്തിൽ കൊണ്ടിറക്കിയിരിക്കുന്നതിന് അവർ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ല ഒരു കാഴ്ചയായിരുന്നത്. അപ്പോൾ അത് നിങ്ങളും ഒന്ന് കണ്ടു നോക്കിയോ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അവരത് ചാക്കിൽ കൊണ്ടുപോകുന്നത് അരിയാണ്. അപ്പോൾ അത് ആ തോടിൻ്റെ ആ വരമ്പിൽ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, കുറച്ച് പേര് അവരിട്ട് കൊടുത്ത് അരി കഴിക്കാനായിട്ട് അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ചാടിക്കയറി. രാവിലെ കുറച്ച് നേരം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരതിനെ അങ്ങ് ഓടിച്ച് വിട്ടു. അപ്പോൾ അവർ വീണ്ടും വെള്ളത്തിൽ നീന്തി കളിച്ച് തുടങ്ങി. അപ്പോൾ അവരവിടെ നീന്തി കളിച്ച് അവിടെ ഉല്ലസിച്ചിരിക്കട്ടെ. നമുക്കപ്പോഴത്തേക്കൊരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇതുപോലെ അരിഞ്ഞതും, പച്ചമുളക് ഇവിടെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ വരും തേങ്ങ ഇതുപോലെ അരിഞ്ഞതും, പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പച്ചവെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഒന്ന് പരത്തി വേണം ഇത് പൊരിച്ചെടുക്കാൻ. കണ്ട, ഇതുപോലെ കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. ഈ ഒരു രീതിയിൽ വേണം ഇത് പരത്തി ചൂടായ എണ്ണയിലേക്കിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ച് കോരിയെടുക്കാം. ഇത് തിരുവനന്തപുരത്തുകാരുടെ ചായക്കട സ്പെഷ്യൽ പലഹാരമാണ്. ഇത് അലവാങ്ക് എന്നാണ് ഇതിന് പറയുന്നത്. അലവാങ്ക്. നമ്മൾ ഈ മഴ സമയത്തൊക്കെ നല്ല ചൂട് ചായക്കൊപ്പം ചൂടോടുകൂടി തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇത് തണുത്തിട്ട് കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാകത്തില്ല, കുറച്ച് ഹാർഡായിരിക്കും. ഇപ്പം നമ്മൾ പൊരിച്ച് ഉടനെ തന്നെ നമ്മൾ ചൂട് ചായക്കൊപ്പം ഇത് കഴിക്കണം. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് 2 സൈഡ് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നമുക്ക് പരിപ്പ് വടയോ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നൊരു സമയത്ത് അതൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരിക്കത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഒരു 10 മിനിറ്റ് മതിയല്ലേ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
ഇതൊന്ന് നല്ലോണം മൂത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല കറുമുറാന്നിരിക്കത്തുള്ളൂ. ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഉരുളകളും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. നമ്മളിതുപോലെ പ്ലേറ്റിൽ നേരത്തെ ഉരുട്ടി വെച്ചിരുന്നാലും അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇതുപോലെ പരത്തി അങ്ങോട്ട് കൊടുത്താൽ മതി. മൂത്ത് വരാൻ ഒരിച്ചിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം നമ്മളുടെ അടിപൊളി പലഹാരമായ അലവാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.